ഈ പെണ്ണ് 2 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ബ്യൂട്ടി പാർലർ അടയ്ക്കും. ബ്യൂട്ടി പാർലറിൽ ഒരു 5 നോർത്ത് ഇന്ത്യൻസാണ് വർക്ക് ചെയ്യുന്നത്. ഭാര്യ, ഭർത്താവ്, ഭാര്യയുടെ ആങ്ങള, എൻ്റെ അനിയൻ, അങ്ങനെ ഒരു കുടുംബമായിട്ടുള്ള ഒരു 5 പേരാണ് വർക്ക് ചെയ്യുന്നത്. രാത്രി ഒരു 11 മണി 10:30 കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരിക. സാറേ ഓടി വാ, നിങ്ങളുടെ സ്റ്റാഫുകളെ ആരോ മർദ്ദിക്കുന്നു, ഭയങ്കര കാർച്ചുമ്പോഴൊക്കെ കേൾക്കുന്നുണ്ട് മോളിന്ന്. വരുന്ന സമയത്ത് കാണുന്നത് അമ്മരൊരു 8 ആളുണ്ടായിരുന്നു ഈങ്ങാപ്പുഴക്കാർ. അപ്പോൾ ഞാൻ ഒന്നൊക്കെ അടിച്ച് മോളിൽ ചെന്നപ്പോൾ 4 പേരെ കിട്ടി. 4 പേരെ അവിടെ ഇട്ട് ഞാൻ അടിച്ചു. അപ്പോൾ ഇവർ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ, ഈ ഒരു പെണ്ണുണ്ടല്ലോ, അസ്ലം എന്ന് പറഞ്ഞവൻ്റെ വൈഫാണ്. ഇവൾ തുണി ഉണങ്ങാനായിട്ട് ഇങ്ങനെ പുറത്ത് കമ്പയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ താഴെ നിന്നിട്ട് ഇവന്മാരിങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പം ഒരു മണൽ മാഫിയ ടീം ഇവർ നേരെ കയറിയിട്ട് പിടിച്ചതാണ് ഇവിടെ പിടിച്ചപ്പോൾ ഇവർ ഭക്ഷണം കഴിച്ചിരിക്കുക. മറ്റവരെ കൂടുതൽ പിള്ളേർ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഇവരെ റൂമിലിട്ട് അടച്ചിട്ട് ഇവിടെ പുറത്തിട്ട് പിടിച്ചു. ഇവർ റൂമിൻ്റെ അകത്തുകൂടി കയ്യും കാലും ഒക്കെ ഇട്ട് തുളിച്ചന്മാരൊക്കെ കൈയൊക്കെ പിടിച്ച് ജനലിൽ പിടിച്ച് ഓടിച്ച്. അപ്പോൾ ഞാൻ കയറി വരുമ്പോൾ പെണ്ണ് ബ്ലീഡിങ്. അപ്പോൾ ഒന്നും സംഭവിച്ചൊന്നുമില്ല, പക്ഷേ ഇവർ വിചാരിച്ചത് നടന്നില്ല. പക്ഷേ ഈ പെണ്ണിന് ഭയങ്കരമായിട്ട് ആക്രമണം നേരിട്ടു. ഞാനിതിപ്പോൾ ഇതിവിടെ പറയാനുള്ളൊരു കാരണം, എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് എനിക്കൊരു കോള് വന്നു താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അതായത് എനിക്ക് തോന്നി സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. പക്ഷെ മലയാളികൾ ഇപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ വളരെ ജാഗരൂകരാണ്, ഫിറ്റ്നസിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് എന്നൊരു സംഭവത്തിലൂടെ നമ്മുടെ മലയാളികളുടെയും ലോകമെപ്പാടും ഈ ഒരു ഫിറ്റ്നസിന്റെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാബു വർഗീസ് സാർ, വെൽക്കം ടു ദ ഷോ. എന്താണ് ലൈഫ് ചേഞ്ച് ഫിറ്റ്നസിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ? ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു സുപ്രഭാതം കൊണ്ട് പെട്ടെന്നുണ്ടായൊരു സംഭവം അല്ല. ശരിക്കും പറഞ്ഞാൽ 33 വർഷങ്ങളുടെ ഒരു യാത്രയാണ് ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ്സിലേക്കുള്ള യാത്ര. എനിക്ക് 49 വയസ്സാണ്. 16 വയസ്സിലാണ് ഞാൻ ഈ യാത്ര തുടങ്ങുന്നത്. 16 വയസ്സിൽ നാട് വിടുകയാണ്. ശരിക്കും ജനിച്ച കാലത്ത് നമ്മൾ കണ്ണു തുറന്ന് ഓർമ്മ വെക്കുന്ന സമയം മുതൽ ഒരു അമ്മയെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ അടിക്കുന്ന ഒരു അപ്പൻ നിരന്തരം മദ്യപിച്ച് വന്നിട്ട് വേറെ ആരോടുമില്ല. അതായത് പുള്ളി അങ്ങാടിയിലൊക്കെ നല്ല ജനങ്ങൾക്കിടയിൽ നല്ല മനുഷ്യനാണ്. പക്ഷേ പുള്ളി മദ്യപിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ ഭാര്യ അടിക്കണം. അങ്ങനെ നിരന്തരം ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പിന്നെ കവുങ്ങയിലൊക്കെ വെറുതെ നിർത്തിയിട്ട് ഇങ്ങനെ കഴുത്തങ്ങ് വെച്ചിട്ട് തുണി കൊണ്ട് വലിച്ചു മുറുക്കുക. അപ്പോൾ ചെറുപ്പം മുതൽ എൻ്റെയൊക്കെ ഒരു 7 വയസ്സിലൊക്കെ ഞാൻ കാണുന്നത്, അമ്മ രാവിലെ കൂലിപ്പണിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന അമ്മ വഴി ഇയാൾ കാത്തു നിന്നിട്ട് വീടെത്തുന്നതിന് മുമ്പ് ഇയാൾ അടിക്കും. അടിയിട്ടെങ്കിൽ എൻ്റെ അമ്മ ബോധം കിട്ടും. ഇന്ന് തരിയോടാ സ്ഥലം, വയനാട്, ഈ ബാണാസുര സാഗർ ആ സ്ഥലത്തിൻ്റെ അടുത്താണ്. കുറേ കഴിയുമ്പോൾ അമ്മ ബോധം തെളിയും. അപ്പോൾ ഈ പാവാടയൊക്കെ കീറും, ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയിട്ട്. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഇത് കണ്ട് എൻ്റെ ഒരു 16 വയസ്സ് വരെ എന്നുള്ളതാണ്. അത്രക്കാരൊന്നും നമുക്കൊരു അപ്പൻ്റെ കയ്യിൽ പിടിക്കാനുള്ളൊരു ആരോഗ്യമൊന്നും ആയിട്ടില്ലല്ലോ ശരിക്കും പറഞ്ഞ്. അപ്പോൾ 16 വയസ്സിലാണ് ഞാനിത് കഴിഞ്ഞ് എൻ്റെ ആ ഒരു പഠനം കഴിഞ്ഞ ഉടനെ ഞാൻ നാട് വിടാൻ ശരിക്കും ചെന്നൈയിലേക്ക്. അപ്പൻ്റെ കൈക്ക് പിടിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ അയലോകത്തുള്ള അന്ന് ഈ ചുവരമുണ്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മുടെ കോടഞ്ചേരിയിൽ, മലയോര ഗ്രാമമാണ് അത്, തുഷാരഗിരിയുടെ താഴെ മലയോര ഗ്രാമം. അവിടെ ഈ കോടഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്ത് അന്ന് ഈ പട്ടച്ചാരയത്തിൻ്റെ ഒരു സമയമാണ്. അപ്പം ഈ അയലോക്കത്തുള്ള വീടുകൾ മുഴുവനും ഈ പറഞ്ഞ രാത്രി കാലഘട്ടമായി കഴിഞ്ഞാൽ പിന്നെ ബഹളവും വഴക്കും അടിയും പിടിയാണ്. അപ്പം ഞാൻ ഈ അടി കൂടുന്ന വീടുകളിൽ ഞാൻ കയറി ചെല്ലും. എന്നിട്ട് ഈ അവിടെ അടി ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാരെ പിടിച്ച് വലിച്ചിടും, അടിക്കുകയൊക്കെ ചെയ്യും. അച്ഛനെ തല്ലാൻ പറ്റില്ലല്ലോ അപ്പോഴും. അപ്പോൾ ഞാൻ അവിടെ ചെയ്യും. ഞാനും എൻ്റെ ജ്യേഷ്ഠനാണ്, ഷാജി പാപ്പൻ എന്ന് പറഞ്ഞ എൻ്റെ ജ്യേഷ്ഠനും ഞാനും ഉണ്ട്, എൻ്റെ മക്കളാണ്. അപ്പനിങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളങ്ങനെ ആയില്ല. സാധാരണ കുടുംബങ്ങളിലൊക്കെ ശരിക്കും തിരിച്ചൊരു പിന്നെ നേരെ മാതാപിതാക്കൾ എങ്ങനെയാണ് അങ്ങനെ നടക്കുന്നത്, കുറേ ആളുകൾ അങ്ങനെയുണ്ട്. അങ്ങനെ ആകരുതെന്നുള്ളതിനൊരു ചിത്രമാണ്. അപ്പോൾ ശരിക്കും അങ്ങനെയാണ് ഞാൻ ഈ നാട് വിടുന്നതും. ചെന്നൈയിലേക്ക് പോകുമ്പോൾ ആകെ എന്താ പ്രതീക്ഷ എന്ന് വെച്ചാൽ, അന്ന് ഈ സ്കൂൾ കാലഘട്ടത്തിൽ ഒരുപാട് കലോത്സവങ്ങളിലും എല്ലാത്തിനും ഞാൻ പങ്കെടുക്കും. എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കും. 28 പങ്കെടുക്കും. എല്ലാത്തിനും എന്തെങ്കിലും സർട്ടിഫിക്കറ്റും വാങ്ങും. അപ്പോൾ അന്ന് കുറേ 3rd പ്രൈസും 2nd പ്രൈസും ആയിട്ടുള്ള ഇത്രയും സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതുമായിട്ട് അന്നത്തെ കാലഘട്ടത്തിലല്ല ചെന്നൈക്ക് നാട് വിടുന്നു. അപ്പോൾ അവിടെ ചെന്ന് സിനിമയിൽ അഭിനയിക്കാൻ. അപ്പോൾ അതിൻ്റെ പിന്നിലും കുറേ കഥകളുണ്ട്. എനിക്ക് പിന്നെ ഈ ഫിറ്റ്നസ്സിലേക്ക് എന്നുള്ളത് എനിക്ക് 8 വയസ്സുള്ള സമയത്ത് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 8 വയസ്സുള്ള സമയത്ത് ഒരു ഹോസ്പിറ്റൽ വിഷയം ഉണ്ടാവുകയും, അപ്പോൾ എനിക്ക് ഈ കുട്ടിക്ക് വാൽവിന് സുഖമില്ലാത്തൊരു കുട്ടിയാണ്, ഇത് അധികകാലം ജീവിച്ചിരിക്കുകയില്ല, ഇയാൾക്ക് മരണം വരെ ഇഞ്ചക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിലൊരു ഇത് വരികയും, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഉപദ്രവിക്കില്ല. എൻ്റെ അപ്പൻ എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. എല്ലാ ആളുകളുടെയും സഹതാപം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എനിക്ക്. സുഖമില്ലാത്ത കുട്ടി ഒരു സിമ്പതി ഇതെല്ലാം കൂടി ആയിട്ട് വീർപ്പൂട്ടിട്ടാണ് ഞാൻ ശരിക്കും ഈ നാട് വിടുന്നത്. അപ്പോൾ ചെന്നൈ പോകുമ്പം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു കാഴ്ചപ്പാട്. AVM-ലും പിന്നെ ഭരണിയിലും അങ്ങനെയുള്ള എല്ലാ സ്റ്റുഡിയോസ് എല്ലാത്തിലും കയറിയിരുന്നു. പക്ഷേ ആ സിനിമയ്ക്ക് ഇതൊന്നും പോരാന്നുള്ളത് മനസ്സിലായി. പക്ഷേ ചെല്ലുന്നത് ഒരു ഹോട്ടൽ പണിക്കാരനായിട്ടാണ്. അവിടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. 19ാമത്തെ വയസ്സിൽ ഞാൻ അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ സ്വന്തമായിട്ട് ഹോട്ടൽ മണ്ണടി പാരീസിൽ
19ാമത്തെ വയസ്സിൽ 10-40 സ്റ്റാഫിനെ വെച്ചിട്ട് സ്വന്തമായിട്ട് ഓട്ടം 19ാമത്തെ വയസ്സിൽ ചെന്നൈയിൽ സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നീട് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് 21ാമത്തെ വയസ്സിൽ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് 22ാമത്തെ വയസ്സിലാണ് ഞാൻ ഹോട്ടൽ നിർത്തിയിട്ട് വരിക. അവിടെയും കുറേ ഇഷ്യൂസ്, കാരണം അവിടെ എനിക്ക് 4-5ഓളം കേസുകൾ അവിടെ തന്നെ എനിക്കുണ്ടായി ചെന്നൈയിൽ. എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ നടന്നു പോകുന്ന വഴിക്ക് ആരെങ്കിലും അടിക്കുന്ന കാണുമ്പം അത് ഇടപെടുമ്പം ഓട്ടോമാറ്റിക്കലി ഞാൻ കേസ് വിടും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 49 വയസ്സിൽ എനിക്ക് 30-32ഓളം കേസുകൾ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ആരുമില്ലാത്തൊരു കുട്ടിയെ വിവാഹം കഴിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അത്ര ചെറുതിൽ ആഗ്രഹിക്കാനുള്ള കാരണം തന്നെ ഞാൻ നാട് വിട്ട് പോയതോടുകൂടി അപ്പനും എൻ്റെ 17 വയസ്സിൽ അപ്പനും ഞങ്ങൾ ഉപേക്ഷിച്ച് പോയി. അമ്മയെ ഞങ്ങളെയും തനിച്ചാക്കിയിട്ട്. ശരിക്കും എൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, അപ്പൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും പിന്നെ അങ്ങനെ ഒരു കുട്ടിയെ സ്വീകരിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് കൂടുതലൊരു കോൺവെൻറ്റിൽ നിന്നാണ് എൻ്റെ വൈഫിനെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പലരും പറയുന്നത് ഇത് ഭയങ്കര താൻ ചെയ്ത വലിയൊരു ത്യാഗമായിപ്പോയി. ത്യാഗമൊന്നുമില്ല. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും ഇന്നെനിക്ക് 3 മക്കളാണ്. മൂത്ത ആൾക്ക് 21 വയസ്സ് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ആൾക്ക് 18 വയസ്സ് കഴിഞ്ഞു. മൂന്നാമത്തെ ആൾ 16 വയസ്സ് കഴിഞ്ഞു. ഈ 3 മക്കളും നല്ലൊരു കുടുംബമായിട്ട്, ഒരു മാതൃകാ കുടുംബമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുന്നത് എനിക്ക് ഞങ്ങളെ വിവാഹം കഴിച്ചതിൻ്റെ ഒരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിൽ നിന്ന് തിരിച്ച് വന്നിടത്ത് തുടങ്ങി തിരിച്ച് വന്നു, നാട്ടിൽ വരുന്നു. പല തൊഴിലുകളും ഓട്ടോറിക്ഷ ഓടിച്ചു. അപ്പോൾ എനിക്ക് ഫിറ്റ്നസ് എന്ന് പറയുന്നത് എൻ്റെ ബ്ലഡിൽ അത് കയറിയ ഒരു സാധനമാണ് ഫിറ്റ്നസ് എന്നുള്ളത്. അത് വെച്ച് ലോകത്തിന് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എൻ്റെ മുമ്പിലുള്ളൂ. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള യാത്രകളായിരുന്നു ബാക്കിയുള്ള ബിസിനസ്സും മറ്റുള്ള പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ഞാൻ കോഴിക്കോട് ഈ കോടഞ്ചേരിയിൽ എൻ്റെ സ്വന്തം നാട്ടിൽ ഞാനൊരു ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങി. കോടഞ്ചേരിയിൽ ആദ്യമായിട്ടൊരു ഫിറ്റ്നസ് സെൻറ്റർ കൊണ്ടുവരുന്നത് ഞാനാണ്. ആ കോടഞ്ചേരിയിൽ കൊണ്ടുവന്ന് അതൊരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവിടെ വർക്കൗട്ട് ആവില്ല. അപ്പോൾ അന്ന് ജ്യേഷ്ഠൻ കുവൈത്തിലേക്ക് പോകുന്നു. പിന്നെ എൻ്റെ വീടെന്ന് പറയുന്നത് അമ്മയുടെ അമ്മ, അമ്മയുടെ ചേച്ചി, അങ്ങനെ ഒരു വലിയ ജ്യേഷ്ഠൻ്റെ ഭാര്യ, ജ്യേഷ്ഠൻ്റെ കുട്ടികൾ, ഞാൻ, എൻ്റെ വൈഫ്, അങ്ങനെ ഇതെല്ലാത്തിനെയും സംരക്ഷിക്കേണ്ട ഒരു ചുമതല എനിക്കായി. അപ്പോൾ ഈ ഒരു വരുമാനമില്ലായ്മ വന്നു. ഈ ഫിറ്റ്നസ് സെൻറ്ററിൽ നിന്ന് കിട്ടിയിട്ട് വേണമല്ലോ. അപ്പോൾ അത് കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. 3 മാസം കഴിഞ്ഞപ്പോൾ ഇത് പൂട്ടുന്നൊരു അവസരം വന്നു. അപ്പോൾ ഞാൻ ഈ ഫിറ്റ്നസ് സെൻറ്റർ ലാസ്റ്റ് ഞാനും അവിടെ ഒരു ബാർബർ മണി എന്ന് പറഞ്ഞൊരാളുണ്ട് കോഴിക്കോട് ജില്ലയിലെ ഈ കോടഞ്ചേരിയിലെ മണിയേട്ടൻ എന്നാണ് വിളിക്കുക. മണിയേട്ടൻ ഇന്നും ഉണ്ട് ആൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ പുള്ളിനെ കണ്ടിരുന്നു. അയാളാണ് എൻ്റെ ഗുരു ശരിക്കും. അയാൾ ഈ ഫിറ്റ്നസ് സെൻറ്ററിൽ അയാൾ രാവിലെ 7 മണിക്ക് വരുന്നു. അയാൾ 8:30 ആകുമ്പോഴത്തേക്ക് അയാൾ അടച്ചു ജിമ്മിൽ നിന്ന്. ഇത് അടച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നടന്നു പോകുന്നു. ഇയാളുടെ വീട്ടിലേക്ക് അമ്മായിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയി പുള്ളി ഡ്രസ്സൊക്കെ മാറി വരും. പുള്ളിയുടെ കട അവിടെ ആ സെൻറ്ററിൽ തന്നെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കടയുടെ ബെഞ്ചിലിരുന്ന് അവിടുത്തെ പേപ്പറും വായിച്ച്, പണ്ടത്തെ ബാർബർ ഷോപ്പ്. അപ്പോൾ ഈ ബെഞ്ചിലിരുന്ന് ഈ പേപ്പർ വായിച്ചിരിക്കും. ഇയാൾ വന്ന് കട തുറക്കുമ്പോൾ ഞാൻ ഉള്ളിൽ കയറി നിൽക്കും. എന്നിട്ട് ഇയാളിങ്ങനെ മുടി വെട്ടുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ എൻ്റെ അമ്മ പറയാം, അമ്മനെ വൈകുന്നേരം അരി മേടിച്ചിട്ട് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം പൈസ ഇല്ല. അപ്പോൾ ഞാൻ ഒരു 9 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീടും ഇതുമായിട്ട്, ഫിറ്റ്നസ് സെൻറ്ററുമായിട്ട്. അപ്പം ഞാൻ സൈക്കിളിന് വരുന്നു. സൈക്കിളിന് വൈകുന്നേരം രാത്രി തിരിച്ചു പോകുന്നു. അപ്പോൾ വരുമ്പോൾ ഞാൻ ഉച്ചഭക്ഷണമായിട്ടാണ് വരിക. പിന്നെ വൈകുന്നേരം, കാരണം രാവിലെ ജിമ്മ് തുറന്ന് 9 മണിക്ക് അടച്ച്, വൈകിട്ട് വീണ്ടും 5 മണിക്ക് തുറന്ന്, വീണ്ടും രാത്രി 9 മണിക്ക് അടയ്ക്കണം, 10 മണിക്ക് അടയ്ക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പോക്ക് വരവ് നടക്കുകയില്ല. അപ്പോൾ ആ സമയത്ത് ഈ സലൂണിൽ ഇങ്ങനെ ഇരിക്കും ഞാൻ. അപ്പോൾ ഞാനവിടെ ഇരിക്കുമ്പോൾ ഈ സലൂണിൽ 4 പേര് ഈ പണി പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. 1 വർഷമായവരുണ്ട്, 2 വർഷമായവരുണ്ട്, ഈ പണി പിടിക്കാണ്ട് നിൽക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇതിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ മണിയേട്ടൻ എനിക്ക് വൈകുന്നേരം ഒരു 100 രൂപ തരണമെന്ന് പറഞ്ഞു. 100 രൂപ തരണം എന്നാണ്. ആ തരാമല്ലോ. പുള്ളി 100 രൂപ തന്നു. പിറ്റേ ദിവസവും ഈ 100 തീരില്ലല്ലോ. അപ്പം അന്ന് അരിക്ക് 5 രൂപ വിലയുള്ളൂ, 4-5 രൂപ വിലയുള്ളൂ. പിറ്റേ ദിവസവും ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു. രാവിലെ ഇയാൾ പിന്നെ ഞാൻ പുള്ളി വീട്ടിൽ പോകുമ്പം ഞാൻ പറഞ്ഞു, ഞാൻ തുറന്നോളാം മണിയേട്ടാ, നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ ഉള്ളിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ളിലിരിക്കാൻ തുടങ്ങി. അപ്പോൾ മണിയേട്ടൻ പറഞ്ഞിട്ട് എനിക്ക് ഇത് ഞാൻ പഠിച്ചാലോ, ഞാൻ ഈ പണി പഠിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ തമാശ പറയണം. അപ്പോൾ അതേസമയത്ത് എനിക്ക് കുറേ പേരുകളുണ്ട്. അതായത് നാട്ടിലെ ആക്രമണങ്ങളിലും പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ആൾ, ഗുണ്ടാണ്, അടിപിടി കേസുകൾ പെടുന്ന ആളാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് എൻ്റെ കൈയിട്ട വണ്ണം 20 ഇഞ്ചാണ്. ശരിക്കും ബോഡി ബിൽഡറാണ് ഞാൻ. അപ്പം ഇയാൾ പറഞ്ഞു ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെയ്യാം. അപ്പോൾ പുള്ളി അവിടുന്ന് ഒരു തമിഴിനെ വിളിച്ച്, അവിടെ പുറത്തിരിക്കുന്ന ഒരു വലിയ തലയായിട്ടൊരു തമിഴിനോട് ഇരിപ്പുണ്ടായിരുന്നു. അയാളെ സ്ഥിരം കാണുന്ന അയാളെ വിളിച്ചിട്ട് കസേരയിലിരുത്തി എനിക്കൊരു മുണ്ടും ഒരു കത്രികയും ചീപ്പെടുത്തിൻ്റെ കയ്യിലോട്ട് വന്നു വെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് മുടി വെട്ടി കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഈ സൈഡ് മാത്രം, ഈ സൈഡ് എന്ന് പറയുന്നത് ബ്ലേഡ് കൊണ്ട് കളിക്കേണ്ട ഒരു കളിയാണ്. കാരണം മനുഷ്യൻ്റെ ശരീരത്തിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് മേടിക്കുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് ബാർബർമാരും ഒന്ന് ഡോക്ടർമാരും അല്ലേ, ഈ 2. ഇത് വളരെ സൂക്ഷ്മതയോടെ കാര്യമില്ലേ.
അപ്പോൾ ഇത് മാത്രമേ പുള്ളിക്ക് ചെയ്യേണ്ട വന്നുള്ളൂ. ബാക്കി ക്ലിയറായിട്ട് ഞാൻ ആ മുടി വെട്ടി എന്നുള്ളതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കി നമ്മുടെ ആവശ്യമാണ് നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുന്നത്. എൻ്റെ കുടുംബത്തിലോ എൻ്റെ തലമുറയിലോ എൻ്റെ ആരും ഈ പണി എടുക്കുന്ന ആരുമില്ല. നിനക്കൊന്നും പറ്റില്ല, ചിരയ്ക്കാൻ പോയി കൂടാന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. പക്ഷേ ഈ ചിര എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും നല്ല പണി എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. എല്ലാവരും നമ്മുടെ മുമ്പിലൊന്നും ഇരിക്കണം. അവൻ്റെ തല പിടിച്ചിട്ട് ഇങ്ങോട്ട് പിടിക്കാനും തെറ്റാനൊക്കെ നമുക്ക് സാധിക്കും. അങ്ങനെ ഞാൻ ആ പണി തുടങ്ങി. ഞാൻ അന്ന് ഞാൻ 8 പേരെ തലമുടി വെട്ടി. അന്നത്തെ ദിവസം 8 പേരെ തലമുടി വെട്ടിയപ്പോൾ അന്ന് എനിക്ക് മുടി വെട്ടുന്നതിന് എനിക്ക് 30 രൂപ 40 രൂപ തോന്നുന്നു അന്നത്തെ ചാർജ്. അന്നും എനിക്ക് 100 രൂപ തന്നു. അങ്ങനെ പുള്ളി എനിക്ക് ഒരു കുറച്ച് ദിവസങ്ങളോളം ഇങ്ങനെ 100 തന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ നിൽക്കുന്നതിലും ഭേദം നമുക്ക് സ്വന്തമായിട്ടും തുടങ്ങിയാലെന്താ എന്നുള്ളൊരു ചിന്ത വരികയും അങ്ങനെ കോടഞ്ചേരിയിൽ തന്നെ ഏറ്റവും നല്ല സലൂൺ അവിടെ തുടങ്ങി. അത് ഒരു 6-7 എണ്ണമായിട്ടങ്ങ് വളർന്നു. താമരശ്ശേരി, കോഴിക്കോട്, വയനാട്, അങ്ങനെ എല്ലാ കണ്ണൂർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് അതങ്ങ് മാറി. അന്നേരമാണ് ഞാൻ വളരെ ഒരു വലിയൊരു അടി നടക്കുന്നതും അതുമായിട്ട് വീണ്ടും വിഷയങ്ങളിലേക്ക് വരുന്നത്. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം രാത്രി സലൂൺ അടച്ചിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അങ്ങാടിയുടെ നടുക്കൊരു അടി നടക്കും. കോടഞ്ചേരി സെൻട്രൽ ഒരു മുഴക്ക് നടക്കും. കുറേ ആളുകൾ, ഒരു 100-100 ആളുണ്ടാവും അവിടെ. തുഷാര ഇൻ്റർനാഷണൽ ഒരു ബാറുണ്ട് കോടഞ്ചേരിയുടെ സ്ഥലത്ത്. അപ്പം നടുക്ക് ഒരു അങ്ങാടിയുടെ സെൻറ്ററല്ലേ, 100-100 ആൾ നിൽക്കുന്ന സമയത്ത് ഒരു 2 പേരെ ഒരാൾ നിന്ന് അടിക്കുന്നു. അപ്പോൾ രാജാനുഭാവ ഒരു മനുഷ്യൻ അടിക്കുന്നു. അപ്പോൾ ഇവരാരും പിടിച്ച് മാറ്റുന്നുമില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ടേ, ഇവരാരും ഇടപെടാതെ ഇപ്പോൾ എന്തോ വിഷയമുണ്ട് എന്ന് ചിന്തിക്കണ്ടേ. വെറുതെ കേൾക്കുന്നവരങ്ങനെ എന്തിനാ അടിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പോലീസുകാരനാണ്. ഞാൻ പറഞ്ഞു പോലീസുകാരനാണ്, ഞാൻ സ്റ്റേഷൻ കൊണ്ടുപോയി പോരെ, ഞാൻ നുണ പറയാൻ നേരിച്ചാണ്. അപ്പോൾ അയാൾ എന്നെ പിടിച്ച് തള്ളി. ഇപ്പം ഞാൻ അയാളെ അടിച്ച് അത് അടി എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര അടിയായി. അപ്പോൾ അടി തുടങ്ങിയപ്പോഴത്തേക്ക് എന്നെ എല്ലാവരും വന്ന് പിടിച്ചു. പിടിച്ചിട്ട് ഇത് എന്ത് പണിയടി, അയാൾ ക്രൈംബ്രാഞ്ചിൻ്റെ പോലീസുകാരനാണ്. ആ 2 പേര് അവരൊരു അക്രമം കാണിച്ചപ്പോൾ ഇയാൾ പിടിച്ചു മാറ്റി. ഈ പോലീസുകാരനെ ഇവരടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ പോലീസുകാരനെ ഇവരടിക്കാനുള്ള കാരണം. അതെൻ്റെ ലൈഫിൽ ഒരു വലിയൊരു തിരിച്ചറിവ്. നമ്മൾ ആവശ്യമില്ലാതൊരു കാര്യം തന്നിട്ട് ആ കേസ് 3 വർഷം. കാരണം അത് പോലീസുകാരനെ തല്ലിയ കേസല്ല, ചെറിയ കേസോട്ടോ. ആൾ മരിച്ചുപോയി, പാവം. ഞങ്ങളുടെ കോഴിക്കോടുകാർക്കെല്ലാം അറിയാം, ഒരു ക്രൈംബ്രാഞ്ച് പോലീസുകാരൻ. അപ്പോൾ അയാളെ അടിച്ചതിൻ്റെ പേരിൽ 3 വർഷം ആ കേസ് കളിച്ചു. ലാസ്റ്റ് എൻ്റെ വൈഫ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവളെയും കൊണ്ട് പോയിട്ട് ഇയാളുടെ വീട്ടിൽ പോയി മാപ്പ് പറഞ്ഞ്. കാരണം ആ കേസ് തീരില്ല. എനിക്കത് പോലീസുകാരൻ്റെ കേസല്ലേ, വലിയ അയാൾ FIR ഇട്ടിരിക്കുന്നത് കല്ലുകൊണ്ടടിച്ചു ഇയാളെ. ഇവനാ സ്വാതശ്രമം, വലിയ കേസല്ലേ. അങ്ങനെ അവിടെ നിന്ന് 10 കിലോമീറ്റർ ദൂരമുള്ള ഈങ്ങാപ്പുഴ എന്നൊരു സ്ഥലത്ത് വരികയാണ്. അവിടെ ഞാൻ ഇതേപോലെ തന്നെ അവിടെ ഒരു ബ്യൂട്ടി പാർലർ ഇടുന്നു. നല്ലൊരു ബ്യൂട്ടി പാർലർ ഇടുന്നു. ആ നാട്ടിലെ ഏറ്റവും നല്ല ബ്യൂട്ടി പാർലർ. ഞാൻ ചെയ്യുന്നതൊക്കെ ആ നാട്ടിലെ ആദ്യത്തെ എന്നുള്ളൊരു സാധനം ഞാൻ വയ്ക്കും. കേരളത്തിലെ ആദ്യത്തെ, ഇല്ലെങ്കിൽ ഇന്ത്യ നാട്ടിലെ ആദ്യത്തെ. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഫിറ്റ്നസ് സെൻ്ററാണ് എറണാകുളത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഏറ്റവും വലിയ ഫിറ്റ്നസ് സെൻ്റർ. അതേപോലെ എല്ലാം ആദ്യത്തെ എന്നുള്ള സംഗതി വരണം, എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈങ്ങാപ്പുഴയിൽ അത് തുടങ്ങി. അപ്പോൾ ഞാൻ കോടഞ്ചേരിയിലുള്ള ഉണ്ടായിരുന്ന ഫിറ്റ്നസ് സെൻ്റർ ഞാൻ അവിടെ നിന്ന് തന്നെ ഞാൻ എല്ലാവരും പറിച്ച് കുറച്ചുകൂടി വിപുലീകരിച്ച് നല്ല മോഡേണാക്കി മൾട്ടി ജിംനേഷ്യം എന്നുള്ള രീതിയിൽ അത് ഞാൻ ഈങ്ങാപ്പുഴയ്ക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈങ്ങാപ്പുഴ നമ്മുടെ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ അടുത്താണ് ഈ ഫിറ്റ്നസ് സെൻ്റർ ഉള്ളത്. അവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ബ്യൂട്ടി പാർലർ ഉള്ളത്. അപ്പോൾ രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ബ്യൂട്ടി പാർലർ അടയ്ക്കും. ഈ ബ്യൂട്ടി പാർലർ അടയ്ക്കുമ്പം ബ്യൂട്ടി പാർലറിൽ ഒരു 5 നോർത്ത് ഇന്ത്യൻസാണ് വർക്ക് ചെയ്യുന്നത്. ഹിന്ദിക്കാരാണ്, ഡൽഹിക്കാർ. അപ്പോൾ അവരുടെ ഭാര്യ, ഭർത്താവ്, ഭാര്യയുടെ ആങ്ങള, എൻ്റെ അനിയൻ, അങ്ങനെ ഒരു കുടുംബമായിട്ടുള്ളൊരു 5 പേരാണ് വർക്ക് ചെയ്യുന്നത്, ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. ആ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ ബാങ്കിൽ, ഈങ്ങാപ്പുഴ അങ്ങാടിയിലുള്ള ഫെഡറൽ ബാങ്ക് ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ 3-ാം നിലയിലാണ് ഇവർ താമസിക്കുന്നത്. നമ്മളെന്നെ എടുത്തു കൊടുത്തിരിക്കുന്നതാണ്. അവർക്കുള്ള അക്കോമഡേഷൻ അവിടെയാണ്. അപ്പോൾ രാത്രി 10 മണിയാകത്ത് അടയ്ക്കും. അപ്പോൾ ഞാനൊരു 9 മണിയാകത്ത് ഞാൻ പോയി അവിടെയുള്ള കളക്ഷനൊക്കെ വാങ്ങി ഞാൻ ജിമ്മിൽ വരും. ഒരു 10-10 ജിമ്മും അടയ്ക്കും. അപ്പോൾ അന്നൊരു ദിവസം രാത്രി ഒരു 11 മണി 10:30 കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരിക. സാറേ ഓടി വാ, നിങ്ങളുടെ സ്റ്റാഫുകളെ ആരോ മർദ്ദിക്കുന്നു, ഭയങ്കര കാർച്ചുമ്പോഴൊക്കെ കേൾക്കുന്നുണ്ട് മുകളിൽ നിന്ന്, റൂമിൽ നിൽക്കുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് ബുള്ളറ്റ് കൊടുത്ത് ഞാൻ നേരെ വരുന്ന സമയത്ത് കാണുന്നത് താഴെ, ഈ ബിൽഡിങ്ങിന് താഴെ ഒരു 10-50 ആളുകളുണ്ട്. മുകളിൽ നിന്ന് ഈ കാർച്ചുമ്പോഴൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓടി കയറി ചെല്ലും. ഞാൻ വരുന്നെന്ന് പറയുമ്പോൾ കേട്ടോ മുകളിൽ നിന്ന് ആളുകൾ ഓടി ഇറങ്ങുന്നുണ്ട് താഴോട്ട്. അമ്മമാരൊരു 8 ആളുണ്ടായിരുന്നു ഈങ്ങാപ്പുഴക്കാർ, 8 പേര്. അപ്പോൾ ഞാൻ ഒന്നൊക്കെ ഞാൻ അടിച്ചു. ഒരു 8 പേരെ ഞാൻ അടിച്ച് മുകളിൽ ചെന്നപ്പോൾ 4 പേരെ കിട്ടി. 4 പേരെ അവിടെ ഇട്ട് ഞാൻ അടിച്ചു. അപ്പോൾ ഇവർ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ, ഈ ഒരു പെണ്ണുണ്ടല്ലോ, ഈ സ്ത്രീ
പിന്നെ അസ്ലം എന്ന് പറഞ്ഞവൻ്റെ വൈഫാണ്. ഇവളുടെ പേര് രഹന. ഇവൾ തുണി ഉണങ്ങാനായിട്ട് ഇങ്ങനെ പുറത്ത് ഈ വിരിയായിട്ട് ആ കമ്പയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ താഴെ നിന്നിട്ട് ഇവന്മാരിങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പം ഒരു മണൽ മാഫിയ ടീം അവർ. ആ മണൽ ടീമുകൾ മുകളിലോട്ട് ഇപ്പോൾ ഒരു പെണ്ണ് മുകളിലുണ്ട്. അപ്പം ഇവർ നേരെ കയറിയിട്ട് പിടിച്ചതാണ് ഇവിടെ പിടിച്ചപ്പോൾ ഇവർ ഭക്ഷണം കഴിച്ചിരിക്കുക. മറ്റേ അവരെ കൂടെ പിള്ളേർ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഇവരെ റൂമിലിട്ട് അടച്ചിട്ട് ഇവിടെ പുറത്തിട്ട് പിടിച്ചു. ഇപ്പോൾ ഇവർ റൂമിൻ്റെ അകത്തുകൂടി കയ്യും കാലും ഒക്കെ ഇട്ട് വിളിച്ചന്മാരൊക്കെ കൈയൊക്കെ പിടിച്ച് ജനലിൽ പിടിച്ച് ഓടിച്ച് ഈ പെണ്ണ് 2 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ ഞാൻ കയറി വരുമ്പോൾ പെണ്ണ് ബ്ലീഡിങ്. അപ്പോൾ ഒന്നും സംഭവിച്ചൊന്നുമില്ല, പക്ഷേ ഇവർ വിചാരിച്ചത് നടന്നില്ല. പക്ഷേ ഈ പെണ്ണിന് ഭയങ്കരമായിട്ട് ആക്രമണം നേരിട്ടു. ഇവന്മാർ 4 പേരെ ഞാൻ അടിച്ച്. അങ്ങനെ അടി കഴിഞ്ഞ് എല്ലാത്തിനെയും ഒരു 12 മണി സമയം അന്നേരത്തേക്കും. ഇപ്പം ഞാൻ അന്നേരം കാലം ഇനി സമൂഹം ഒരിക്കലും താഴെയുള്ള ആളുകളാരും പിടിച്ചു മാറ്റാനോ ഇതിനൊന്നും വരുന്നില്ല. ഞാനിതിപ്പോൾ ഇതിവിടെ പറയാനുള്ളൊരു കാരണം, എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് എനിക്കൊരു കോള് വന്നു താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അതായത് എനിക്ക് തോന്നുന്നു ഈ കേസ് കഴിഞ്ഞിട്ട് 19 വർഷമേറ്റ കഴിഞ്ഞ് തോന്നുന്നു. ഇപ്പോഴും ആ കേസ് നിലനിൽക്കുന്നു. ഞാനതിൻ്റെ ഒരു സാക്ഷിയാണ്. ഞാൻ പറഞ്ഞത് ഒന്ന് വിട്ടിട്ട് പോകേണ്ട സുഹൃത്തെ, അല്ല തന്നെ ഇവിടെ 19 വർഷമായിട്ട് ഇപ്പോഴും എനിക്ക് കേസ് തരുന്നത്. ഞാൻ ആ കേസ് ഒഴിവാക്കി, അവർക്കെല്ലാം മാപ്പും കൊടുത്ത് ഒഴിവാക്കി. അതിൻ്റെ ബാക്കിയുള്ള പത്രം വരുന്നുണ്ടോ സാറേ? അപ്പം കേസ് ഇപ്പോഴും നിലനിൽക്കുന്ന 20 വർഷവും 19 വർഷമായിട്ട് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഈ അടി കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും അവിടെയുള്ള പൗരപ്രമുഖരൊക്കെ വിളിച്ചിട്ട് ഞാൻ താഴെ വന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പരാതിയൊന്നുമില്ല, ഇവരെ കൊണ്ടുപോയിക്കോ. അടി ഞാൻ കൊടുത്തിട്ടുണ്ട്, അവരിന്നെ തെറ്റ് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കുന്നത്. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് അപ്പം തന്നെ ഞാൻ ഈ പെൺകൊച്ചിനെയും ഒക്കെ വണ്ടി കയറ്റി ഞാൻ താമരശ്ശേരി പിന്നെ ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ കേസില്ല ഒന്നും പറഞ്ഞല്ലേ. അപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ കേസ് ആക്കുമെന്നുള്ള ഭയം. അങ്ങനെ ഞാൻ താമരശ്ശേരിയിൽ അഡ്മിറ്റ് ആക്കുന്നു. ഞാൻ തിരിച്ച് പോകുന്ന വഴിക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിയപ്പോൾ ഞാൻ നേരെ താമരശ്ശേരി SI ഇല്യാസ് അയാളുടെ അടുത്ത് നിന്നിട്ടുണ്ട്, സാറേ ഇത് കേസ് ഇങ്ങനെയൊരു വിഷയമുണ്ട്, അപ്പം അവർ തിരിച്ച് തല്ലാനുള്ള പരിപാടിയുള്ളത്. അപ്പം ഇനി തിരിച്ച് തല്ലാനായിട്ട് വന്ന് ഇതിൻ്റെ കേസ് കൂടെ നിൽക്കുകയില്ല. അപ്പം ഒരു കാര്യം ചെയ്യണം സാർ, അത് പറഞ്ഞ് വിളിച്ചിട്ട് സെറ്റിൽ ചെയ്യണം. അത് കുഴപ്പമൊന്നുമില്ല സാബു, താൻ ധൈര്യമായിട്ട് വയ്ക്കോ. അപ്പം അതുകൊണ്ട് എന്നെ തല്ലിയവരെ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾ അപ്പം ഞാൻ പറയുന്നത് ഞാനൊരു വർഗീയത പറഞ്ഞ ഒരാളല്ല, പക്ഷേ അവരവിടെ ആ കാട വിട്ടു. എന്നിട്ട് അവർ ചെയ്തൊരു പരിപാടി എന്ന് പറയുന്നത്, ഞാൻ വീട്ടിലെത്തുന്നു, വൈകുന്നേരം 4 മണിയായപ്പോഴത്തേക്ക് ഞാൻ ജിമ്മ് തുറക്കാൻ വേണ്ടി വരുന്നു. ജിമ്മ് തുറക്കാൻ വരുമ്പം ജിമ്മിൻ്റെ മുമ്പിൽ എൻ്റെ കുറേ സുഹൃത്തുക്കൾ, എൻ്റെ കുറേ സ്റ്റുഡൻസൊക്കെ ജിമ്മിൽ വന്ന് നിൽക്കുന്നു. എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വെട്ടിക്കാവെങ്കിൽ വിനോയ് എന്ന് പറയുന്ന ആളും, അങ്ങനെ കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നു. അപ്പോൾ എന്താ സംഭവം? ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല നീ. അപ്പോൾ ഇവർക്ക് അറിവ് കിട്ടി തിരിച്ചിവരടിക്കാനുള്ള പരിപാടിയാണ് എന്നുള്ളത്. ഞാൻ അടിക്കുന്നതിന് അവർ തെറ്റ് ചെയ്ത് ഞാൻ അടിയും കൊടുത്താൽ കഴിഞ്ഞല്ലോ, പിന്നെ കഴിഞ്ഞല്ലോ. ഇനി തിരിച്ചടിക്കാൻ വേണ്ടി എന്താ ഉള്ളത്? അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ മുകളിൽ നിൽക്കുമ്പം, നിങ്ങളിപ്പോഴും പോകുമ്പോൾ വയനാട് റൂട്ടിൽ പോകുമ്പോൾ കാണാൻ സെൻറ്റർ ഇപ്പോഴും ഉണ്ട്. എൻ്റെ പേര് മാറി ജിയോ ഫിറ്റ്നസ് എന്നാണ്. അന്ന് എൻ്റെ പേര് ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് എന്നായിരുന്നു. ഇത് റോട്ടിൽ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പാണിത്. ഞാൻ മുകളിൽ നിൽക്കുമ്പം ഈ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ കിടക്കിടക്കിടക്കിടാന്ന് ആളുകൾ ഊട്ടി കയറുന്ന ശബ്ദം കേൾക്കാം. അതിങ്ങനെ ജെർക്ക് ചെയ്യും. അപ്പോൾ എല്ലാവരും വന്ന് ജിമ്മിൻ്റെ ഡോറിൻ്റെ ഗ്ലാസ് ഡോറാണ് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഉള്ളോട്ട് വന്നിട്ട് ഒരു 200-ലധികം ആളുകൾ, 200-ലധികം ആളുകൾ. അവർ വരുന്ന വഴിക്ക് എൻ്റെ ഈങ്ങാപ്പുഴയുള്ള എൻ്റെ ബാർബർ ഷോപ്പൊക്കെ തല്ലിപ്പൊളിച്ച്, ബ്യൂട്ടി പാർലറൊക്കെ തല്ലിപ്പൊളിച്ച് നേരെ ഇങ്ങോട്ട്. അതായത് അവരെ ഉറങ്ങിക്കിടന്നപ്പം ഞാൻ പോയി ആക്രമിച്ചു എന്നുള്ള രീതിയിൽ അവരുടെ നാട്ടിൽ അവരൊരു കഥ ഉണ്ടാക്കിയിട്ട് മണൽ മാഫിയനെ പിടിച്ചതിൻ്റെ പേരിൽ, ഞങ്ങളൊരു മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ ഞാൻ ആക്രമിച്ചു എന്നാണ്. മണൽ മാഫിയ. അപ്പോൾ അന്ന് മണൽ മാഫിയ ഭയങ്കര വിഷയമുള്ളൂ, വണ്ടി തടയുക അവരുടെയൊക്കെ. അവർ നേരെ ഓപ്പോസിറ്റ് ആ കഥയാക്കിയിട്ട് അവരുടെ നാട്ടിൽ അവരൊരു നല്ല പേരുണ്ടാക്കിയിട്ട് ഈ ആളുകളെ സംഘടിപ്പിച്ചിട്ട് അവരെല്ലാം കൂടി വരുന്നു, ജിമ്മിലോട്ട് ഇടിച്ച് കയറുന്നു. ഈ ജിമ്മിൻ്റെ നേരെ പുറകെ തന്നെ ഞാൻ താമസിക്കുന്നു. കുടുംബത്തോടെ 3 മക്കളും ഉണ്ട്. മക്കളൊക്കെ ചെറിയ പെണ്ണുമക്കളാണ്. അപ്പം ഇവർ കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ ഉള്ളോട്ട് വാ, അതല്ല നമുക്ക് അടിക്കാനാണെങ്കിൽ ഞാൻ പുറത്തോട്ട് വരാം എന്ന് പറയും. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ആരോരുത്തരും തള്ളിവിടുന്നു. അവരെൻ്റെ പിടിച്ച് പുറത്തോട്ട് വലിക്കുന്നു. അപ്പോൾ എൻ്റെ ചെയിനും എൻ്റെ പല സാധനം ആ കൂടുതൽ അടിച്ചു മാറ്റി. അവിടെ നിന്ന് തൊട്ട് താഴെ വരെ ഇവരെന്നെ ആക്രമിച്ചു. എൻ്റെ ജിമ്മിൻ്റെ ഗ്ലാസ്സൊക്കെ അടിച്ചു പൊട്ടിച്ചു. അപ്പോൾ ഇത്രയും ആളുകൾ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തിരിച്ച് ആക്രമിച്ചാൽ പറഞ്ഞാൽ അന്നത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് എൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് ഞാനൊരു 10 പേരെ കൊല്ലും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇവരെന്നെ അടിക്കുന്നവരൊക്കെ പേടിച്ചടിക്കുന്നത്, അടിക്ക് സ്ട്രോങ് ഇല്ല.
ഒരു പേരൊന്നും ഇവർ ഇത്രയും പേരൊന്ന് ജിമ്മുകാരനാണല്ലോ. ജിമ്മുകാരെന്ന് വെച്ചാൽ ഇരുമ്പൊന്നുമല്ലല്ലോ, ഇത് മനുഷ്യൻ്റെ ശരീരമല്ലേ, കത്തി കുത്തി എല്ലായിടത്തും ഒരുപോലെ കയറൂലേ. ഇവരെല്ലാം വന്ന് ഈ ആ ഒരു അടി താഴെ സ്റ്റെപ്പിന് താഴെ വരെ അടിച്ചു. അടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് വെട്ടിക്കാവങ്കൽ വിനോയ് എന്ന് പറഞ്ഞടാ താഴോട്ട് വീഴാന്ന് പറഞ്ഞു. ഞാൻ താഴോട്ട് വീണപ്പോഴത്തേക്ക് ഉമ്മാരെല്ലാടി നാനാ വഴിക്ക് ഓടി. കറക്റ്റ് സമയത്ത് പോലീസ് വണ്ടി ഇങ്ങനെ സിനിമയിൽ കാണുമ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അതായത് എല്ലാവരും പോയി. അതായത് പക്ക പ്ലാനിങ്. അതായത് ഞങ്ങളെല്ലാം നിങ്ങൾ കൊടുത്തു വേണ്ടി ഞാൻ വന്നോളാം. ഞാൻ ആ കാലഘട്ടം തുടങ്ങി ഇവരോടുള്ള ഒരു ഇത്. അങ്ങനെ എൻ്റെ ഒരു എസ് ഐ വന്നിട്ട് സാർ വണ്ടി കയറും ആരും തൊടണ്ടാന്ന് പറഞ്ഞു. നേരെ അവിടെ നിന്ന് ഞാനൊരു ഓട്ടോറിക്ഷ വിളിക്കുന്നതിൽ കയറും, നേരെ ആംബുലൻസിൽ വരും, നേരെ മെഡിക്കൽ കോളേജിൽ പോകുന്നു. മെഡിക്കൽ കോളേജിൽ പോയി എന്നെ എന്തിനാക്രമിച്ചു എന്നുള്ളത് പറയാതെ എൻ്റെ മേത്തൊരു സൂചി കുത്തരുമെന്ന് പറഞ്ഞാൽ അവിടെ കിടന്നു. സ്ട്രെച്ചറിലാണ് മെഡിക്കൽ കോളേജിൽ അവിടെ അന്നൊക്കെ ഒരു എല്ലാ ചാനലും ഉണ്ടായിരുന്നു, വാർത്ത എല്ലാ ചാനലും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റില്ല. ഞാൻ അവിടെ തന്നെ കിടന്നു. ആ സ്ട്രെച്ചറിൽ നിന്ന് എന്നെ ഉള്ളിൽ പോലും കയറ്റിയില്ല, അഡ്മിറ്റ് പോലും ആക്കിയില്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെ 8 മണിയായപ്പോഴത്തേക്കും തിരിച്ച് ഞാൻ നാട്ടിലെത്തി. ഞാനവിടെ തിരിച്ചു വന്നു. ഇപ്പോഴും പറയാം, തിരിച്ചു വന്ന് അതിൽ എനിക്ക് 200ഓളം ആളുകളിൽ 16 പേരെ എനിക്കറിയാം, ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഞാൻ 16 പേരിൽ എനിക്ക് അറിയാവുന്നവരൊക്കെ ഞാൻ തിരിച്ചു അടിച്ചു. എന്നിട്ട് പിന്നെ അവർക്ക് 16 പേർക്കെതിരെ ഞാൻ കേസ് കൊടുത്തു. ആ കേസിൽ ഇന്നും എനിക്ക് തോന്നുന്നു 4 പേര് ആ കേസ് ഇപ്പോഴും. അതാണ് ഞാൻ പറഞ്ഞത്, ആ കേസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സാക്ഷിയായിട്ട് ഞാൻ ആർക്ക് വേണ്ടി അടിച്ചോ, അതായത് ആദ്യത്തെ കേസ് ആ ക്രൈംബ്രാഞ്ച് പോലീസിൻ്റെ അടി ഞാൻ പറഞ്ഞല്ലോ, അതും ഈ പറഞ്ഞ പോലെ 2 ജാതിക്കൊരു ഗുണമുണ്ടല്ലോ, അവരൊരു വാക്ക് പറഞ്ഞായിരുന്നു എൻ്റെ കേസ് തള്ളിപ്പോയേനെ. പക്ഷെ അവർക്ക് വേണ്ടി തല്ലുണ്ടാക്കിയിട്ട് അവർ കൂടെ നിന്നില്ല, അവർ വിട്ടു. ഈ ഡൽഹിക്കാരെന്ന് പറഞ്ഞ ഈ ടീമും ഇവരുടെ അടുത്തുനിന്ന് എത്ര പൈസ വാങ്ങിയിട്ട് അവർക്ക് കേസില്ല എന്ന് പറഞ്ഞിട്ട് അവർ മാറി. ലാസ്റ്റ് ഞാൻ മാത്രമായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ കേസ് ഞാൻ ഒഴിവാക്കി, എല്ലാവർക്കും മാപ്പ് കൊടുത്തു, അവരുടെയൊക്കെ പാസ്പോർട്ടൊക്കെ പിടിച്ച് വെച്ചിരുന്നതൊക്കെ കൊടുത്തു. അതിലിപ്പോഴും 4 പേര് ബാക്കി നിൽപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ സാക്ഷി വന്ന് പറയണം. ഞാൻ എനിക്ക് സമയമില്ല സാറേ, നിങ്ങൾ ആ കേസ് തീർക്കുമോ, എനിക്ക് ആ കേസിൽ ഒരു വിഷയമില്ല, ഞാൻ എന്തായാലും ഹാജരാകാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാനത് അവസാനിപ്പിച്ചു. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അത് ഇവിടെ കൊണ്ട് തീരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു അടിയോടുകൂടി അപ്പോഴും 200 പേരുടെ അടിയോടുകൂടി FIR കൃത്യമായിട്ട് എന്താ 200-ലധികം ആളുകൾ എന്നുള്ളത് അവിടുത്തെ CCTV റോഡ് ബ്ലോക്കായി പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞതോടെ ഞാൻ നേരെ ഈ സാധനം അന്ന് എനിക്ക് തോന്നുന്നു 10-18 ലക്ഷം രൂപ മുടക്കമുള്ള ഫിറ്റ്നസ് സെൻറ്റർ ഞാൻ 3 ലക്ഷം രൂപയ്ക്കായിട്ടാണ് വിൽക്കുന്നത്, 4 ലക്ഷം രൂപയ്ക്കായിട്ടാണ് വിൽക്കുന്നത്. എൻ്റെ 8 ലക്ഷം രൂപയോളം മുടക്കമുള്ള പിന്നെ എൻ്റെ ബ്യൂട്ടി പാർലർ ഞാൻ കൊടുക്കുന്നത് 1.25 ലക്ഷം രൂപയ്ക്കാണ്. അത് വിറ്റിട്ട് ഞാൻ ഇവിടുന്ന് നേരെ ദുബായിക്ക് പോകാന്ന് പറഞ്ഞാൽ അവിടെയും പറ്റിയതാണ്. അവിടെയും ഒരു പിന്നെ അടിവാരത്തുള്ള ഒരു സലാം എന്ന് പറഞ്ഞ ഒരുത്തൻ എൻ്റെ അടുത്ത് നിന്ന് 1 ലക്ഷം രൂപ വാങ്ങുന്നു, കൊണ്ടുപോകുന്നു. അവിടെ ദുബായിൽ ചെല്ലുമ്പോൾ അഡ്രസ്സില്ല. ഒരു 3 മാസത്തോളം അവിടെ പാർക്കിലും പുല്ലിലും ഒക്കെ ആയിട്ട് ജീവിച്ച് എനിക്കൊരു മൊറോക്കക്കാരുടെ ഫിറ്റ്നസ് സെൻറ്ററിൽ ഒരു ഷെയർഷാ എന്ന് പറഞ്ഞ ഒരാളുടെ കെയറോപ്പിൽ ഈ രാത്രി കാലങ്ങളിൽ എനിക്ക് കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ദുബായിൽ ഇൻ്റർനാഷണൽ സിറ്റിയിൽ പുല്ലിലാണ് കിടക്കുക. അന്ന് പുല്ലിൽ കിടന്നപ്പോൾ കടിച്ച ചെള്ളുകളുടെ പാടൊക്കെ എപ്പോഴും ഉണ്ട് വെത്ത്. അപ്പോൾ ഈ പുല്ല് കിടക്കുമ്പം രാത്രി ഒരു ഷെർഷ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് കാണും. എൻ്റെ ഇവിടെ തന്നെ ഒരു ഹക്കീം, ഒരു കോശി എന്ന് പറഞ്ഞ 2 ആളുകളും ഇങ്ങനെ എന്നെ സഹായിക്കാനായിട്ട് വന്നു നിന്നിരുന്നു. അപ്പോൾ ഈ ഹക്കീം എന്ന് പറഞ്ഞ ആൾ ഈ സലാമിൻ്റെ ഡ്രൈവറായിരുന്നു. ഈ സലാമാണ് എന്നെ വിസയിൽ കൊണ്ടുവരാണ്. അപ്പോൾ ഈ സലാം വിസയും തന്നില്ല, അവൻ ആ പൈസ പറ്റിക്കുകയും ചെയ്തു. സലാം മരിച്ചു കേട്ടോ പാവം. അപ്പം അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞാൻ ഈ മൊറോക്കക്കാരുടെ സെൻറ്ററിലേക്ക് ട്രെയിനറായിട്ട് ജിമ്മിൽ അവിടെ കയറുകയാണ് ഞാൻ ആ ജിമ്മിൽ. അപ്പോൾ ഈ പാവി ചെല്ലുന്നിടം പാതാളെന്ന് പറഞ്ഞ പോലെ ജിമ്മിൽ ഞാൻ ജോലിക്ക് കയറി. ആ ജിമ്മ് 25,000 ദിവസത്തോളം 20-25,000 ദിവസത്തോളം നഷ്ടത്തിലുള്ള ജിമ്മാണ്. ഞാനതൊരു 2 മാസം കൊണ്ട് ഞാനത് പിന്നെ നല്ല രീതിയിലാക്കി മാറ്റി. എനിക്ക് ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല. അവിടെ ഞാൻ ചെല്ലുമ്പോൾ 7 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഇനി ആ ജിമ്മ് പിന്നെ ലാഭകരമാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ ആ ജിമ്മ് ഇവർ വിൽക്കുകയാണ്. അപ്പോൾ അതൊരു കണ്ണൂരുകാർ വാങ്ങുന്നവർക്ക് എന്നെ വേണ്ട, ട്രെയിനർ എൻ്റെ വിസയോടെ ഓൾറെഡി അടിക്കുകയും ചെയ്തു. ചെമ്മത്തൽ തമേസ് എന്നാണ് ജിമ്മിൻ്റെ പേര്. ഷാർജയിൽ അബുഷേഖറയിൽ HSBC ബാങ്കിൻ്റെ മുകളിൽ ഇന്നും ഉണ്ട് ആ ജിമ്മ്. അത് ഒരു 10-15,000 സ്ക്വയർ ഫീറ്റ് ജിമ്മാണ്. അപ്പോൾ ആ സാധനം ഇത് വിറ്റപ്പം എന്നെ വേണ്ട. അപ്പം മൊറോക്കാർ എന്നെ വിളിക്കുകയാണ്, സാബു നിനക്ക് ജോലിയില്ല, നീ വേറെ വിസ നോക്കണം. ഇവിടെ നിന്ന് പിന്നെ അവർ വിറ്റു. ഞാൻ പറഞ്ഞു എനിക്കിനി വേറെ വഴിയില്ല, എനിക്ക് വിസ ഇതിലുള്ളത്. അപ്പോൾ ഇവർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറയുന്നൊരു കാര്യം ചെയ്യും, സാബു ഈ ജിമ്മ് വാങ്ങിക്കുമോ, സാബു എടുത്തോളാൻ പറയുന്നത് എന്നോട്. അപ്പോൾ എത്ര ലക്ഷം തരും? 3.5 ലക്ഷം തരുമോ? അപ്പോൾ അന്ന് ഒരു പൈസ പോലും കയ്യിലില്ലല്ലോ നമുക്ക്. അപ്പോൾ അന്ന് ശരിക്കും ഞാനിങ്ങനെ പുറത്തിറങ്ങി നിന്നിട്ട് ഇങ്ങനെ വിഷമിക്കുമ്പം എൻ്റെ ഹക്കീം എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്ത് വന്നിട്ട്, അത് ഈ സലാമിൻ്റെ ഡ്രൈവർ അയാളെ കണ്ടിട്ടുണ്ടല്ലോ കാര്യങ്ങൾ. അപ്പോൾ അയാൾ അന്ന് എന്നെ സഹായിച്ചു. അയാളുടെ പെണ്ണിൻ്റെ മകർ വിറ്റിട്ടൊരു 5 ലക്ഷം രൂപ
അന്ന് തരികയാണ് അഡ്വാൻസ് കൊടുക്കാനായിട്ട് ഇതിൽ. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എത്ര മാസം കൊണ്ട് കൊടുത്തു തീർക്കുമെന്ന് ചോദിക്കുന്നു. ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു 9 മാസം സമയം. അങ്ങനെ ആ ജിം എനിക്ക് അയാൾ തരികയാണ്. ആ ജിമ്മിൽ തുടങ്ങിയിട്ട് 14 മാസം കൊണ്ട് ഞാൻ 7ഓളം ജിമ്മുകൾ ദുബായിൽ തുടങ്ങി. ദുബായിൽ തന്നെ. പിന്നീട് അത് 26ഓളം ഫിറ്റ്നസ് സെൻ്ററുകൾ ദുബായിലുണ്ടായി. പിന്നീട് അതായത് നമുക്ക് പണം വരുമ്പോൾ നമുക്ക് പല രീതിയിലേക്ക് മാറും. ജിമ്മുകൾ ഞാൻ അതായത് പീഡിപ്പിക്കപ്പെട്ട ജിമ്മുകൾ എടുക്കും, നന്നാക്കും, അത് വിൽക്കും. അങ്ങനെയാണ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. നല്ല ഈ ഫിറ്റ്നസ് മേഖലയിൽ വേറൊരു അഡ്രസ്, അതായത് എനിക്ക് ഫിറ്റ്നസ് സെൻ്ററുകളിൽ സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഉണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ പല പേരുകളിലാണ് ദുബായിൽ ജിമ്മുകൾ ഉണ്ടായിരുന്നത്. ഈ ബ്രാൻഡ് ലൈഫ് സ്റ്റേജ് എന്നുള്ള ബ്രാൻഡ് ഇപ്പോഴാണ് ഞാനത് ചെയ്യുന്നത്. അങ്ങനെ ഡീസൽ ട്രേഡിങ്ങിലേക്ക്, ഇൻറ്റീരിയർ കമ്പനി, ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ്, 2016 ബിസിനസ് എക്സലൻസ് അവാർഡ്, അങ്ങനെ വേറൊരു ലെവലിലേക്ക് പോയി. ആ കാലഘട്ടത്തിലാണ് നിങ്ങൾ പറഞ്ഞ പുള്ളി നമ്മുടെ റോമിഞ്ഞാടിനോട് ദുബായിൽ വരുന്നത്. മീറ്റ് ചെയ്തത്. പക്ഷെ ഒരാള് ഇപ്പം നമ്മളിപ്പം ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-18 വർഷം അല്ലെങ്കിൽ 22 വർഷം പഠിക്കുന്നു. ആ പഠിക്കുന്ന ഏത് മേഖലയിലാണോ അയാൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്നു. ജോലി ചെയ്ത് അയാൾ മരിക്കുന്നത് വരെ ആ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ഇതിപ്പോൾ പറഞ്ഞ ഓട്ടോ ഓടിക്കുന്നു, ബാർബർ ഷോപ്പ് നടത്തുന്നു, ബ്യൂട്ടി പാർലർ തുടങ്ങുന്നു, ജിമ്മ് തുടങ്ങുന്നു. ഇതിന് ശരിക്കുള്ള ഊർജ്ജം എന്താണ്? ആരാണ് ഈ ഊർജ്ജം തരുന്നത്? അല്ല, ഊർജ്ജം എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ അത്രയും തീവ്രമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും, ഒരാളോട് നീതികേട് കാണിക്കരുത് മക്കളെ എന്ന് ആഗ്രഹിപ്പിച്ചത്. നീതികേട് നമ്മൾ കാരണം ഒരാളുടെ കണ്ണ് നനയാനൊരു ഇടവരുത്തരുത്. അത് തന്നെ എൻ്റെ വേറൊരു ഊർജ്ജമില്ലരി. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ആയിത്തീരണം. അപ്പോൾ അതായത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എഡ്യൂക്കേഷൻ്റെ കുറവുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പല ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ റിച്ചാങ്ങി. യൂസഫലിയൊക്കെ ആയത് എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്, കാരണം അയാൾക്കൊന്നും അത്ര ഇല്ലെങ്കിലും പക്ഷെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സപ്പോർട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അറിവ് കുറവിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും വിശ്വസിക്കും, വരുന്നവർക്ക് വിശ്വസിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പലർക്കും സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, പൈസ കൊടുക്കും. അങ്ങനെ പൈസ കൊടുത്ത് പലർക്കും കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഒരു 3.5 കോടി രൂപ ഒരു മുഹമ്മദ് അസ്ലം എന്ന് പറഞ്ഞ കണ്ണൂരുകാരന് കൊടുക്കുന്നു ദുബായിൽ നിന്ന്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പണം കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ പാസ്പോർട്ടും വെച്ച് അവിടെ അഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് പൈസ കൊടുക്കുക. അപ്പോൾ അയാൾ ആ പൈസയായിട്ട് മുങ്ങി. അതോടെ എനിക്ക് അവിടെ പല രീതിയിലുള്ള അടികൾ സംഭവിച്ചു, വിഷയങ്ങൾ സംഭവിച്ചു. എൻ്റെ ബിസിനസ് തകർന്നു. നാട്ടിൽ വരേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. അപ്പോൾ ഞാനവിടെ എനിക്ക് തോന്നുന്നു 10-26ഓളം ജ്വല്ലറിയിൽ ഞാൻ ഗോൾഡ് കൊടുത്തിരുന്നു. അപ്പം ശരിക്കും അറ്റ്ലസ് രാമേന്ദ്രൻ ഞാനും ഒരുമിച്ച് ഞാൻ 13 ദിവസം ദുബായ് ജയിലിലുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഞാൻ ജയിലിലുണ്ടായിരുന്നു ദുബായിൽ. അയാൾ 380 ദിവസമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് ഗോൾഡ് തരേണ്ടതുണ്ട്, പുള്ളിയോട് ഞാൻ നിൽക്കുമ്പോഴും. അപ്പോൾ ഒരു വ്യവസായി തകർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് തകർന്ന് നിങ്ങൾ അയ്യോ എങ്ങനെ എന്താ പറ്റിയെന്ന് വെച്ചാൽ അവിടെ ചോദിക്കരുത്. കാരണം കപ്പൽ ജോയി ചാടി മരിക്കേണ്ട കാര്യമാക്കില്ല. പിന്നെ സിദ്ധാർത്ഥ് കഫേ കോഫിയുടെ ആൾ, അറ്റ്ലസ് രാമേന്ദ്രൻ, അങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരുപാട് വ്യവസായം. ഞാൻ അത്രയൊന്നും ഇല്ലല്ലോ, ഞാൻ എവിടെ എത്തിയിട്ടില്ലല്ലോ, ചിത്രത്തിൽ പോലും ഇല്ലാത്ത ഒരാളല്ലേ. അപ്പം അവിടുന്ന് ആ തകർച്ചയോടുകൂടി 2018 ഞാൻ നാട്ടിലെത്തുകയാണ്. 2018 നാട്ടിലെത്തിയിട്ട് 2018 ഞാൻ കോടഞ്ചേരി തന്നെ എൻ്റെ ആ ദേശത്ത് തന്നെ എനിക്ക് വീണ്ടും ഇപ്പം ജിമ്മിന് ഫിറ്റ്നസിൻ്റെ വീണ്ടും സാധ്യത വന്നു. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ആദ്യം തുടങ്ങിയത് പിന്നെ അങ്ങനെ തുടങ്ങിയെടുത്ത് ഞാൻ ശരിക്കും 2 ജിമ്മ് തുടങ്ങി. കോടഞ്ചേരി തന്നെ രണ്ടാം വട്ടവും തുടങ്ങി. 3-ാം വട്ടവും 2019 ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഒരു 6000 സ്ക്വയർ ഫീറ്റുള്ള സ്പേസിൽ അത്രയും ഉള്ള പൈസയിൽ അവിടെ മുടക്കിയിട്ട് പലരും സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മുടക്കി സെറ്റാക്കിയ സമയത്താണ് എന്നെ ഈ പറ്റിച്ചവൻ കണ്ണൂരുണ്ട് ഞാൻ അറിയുന്നത്. 9ഓളം സ്റ്റേഷനിൽ പിന്നെ കയറിയ കേസ് കൊടുത്തിട്ടുണ്ട്. താമരശ്ശേരി, കണ്ണൂർ അടക്കമുള്ള കേസുകളുണ്ട്. ദുബായിലും കേസുണ്ട് ഇവനെതിരെ. ഇവനോട് വന്നു ഇപ്പോൾ ഇവൻ്റെ നാട് പാകിസ്ഥാൻ കോളനി എന്നൊരു സ്ഥലമാണ് കണ്ണൂരിൽ, പഴയങ്ങാടി എന്ന സ്ഥലത്താണ്. അപ്പോൾ ആ സ്ഥലത്ത് ഇവൻ വന്നെന്ന് അറിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു 3-4 സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പോയി ഇവനെ സംസാരിക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ് വയനാട്ടിലേക്ക്. അപ്പോൾ ആ കൂട്ടിക്കൊണ്ട് വന്നത് എന്നത് കിഡ്നാപ്പിംഗ് കേസായിട്ട് അത് മാറി. 26 ദിവസം ഞാൻ ആ വകുപ്പിൽ കണ്ണൂർ ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പം തീർന്നില്ല എന്നാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ 26 ദിവസം കിടന്നതിൻ്റെ അല്ല എൻ്റെ വിഷയം. ഞാനിങ്ങനെ 8-10ഓളം DYSP റാങ്കിലുള്ള ആളുകൾ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ തറയിലിരിക്കുക. അങ്ങനെ എനിക്ക് പൈസ തരാനുള്ളവൻ ഇങ്ങനെ കസേരയിലിരിക്കുക. എനിക്ക് പൈസ തരാനുണ്ടെന്നുള്ളത് ഇവർക്കറിയാം, മനസ്സിലായി, എല്ലാവർക്കും അറിയാം, ഇവനും അറിയാം. അപ്പം ഇത് പിന്നെ എങ്ങനെ വേണം നിങ്ങൾ പറഞ്ഞു തട്ടിക്കൊണ്ടുപോയി എന്തുകൊണ്ട് പറഞ്ഞു. കാരണം എൻ്റെ പൈസ എൻ്റെ കയ്യിലാണല്ലോ. ഇവനെ കൊണ്ടുപോകുമ്പോൾ ഇവൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലുള്ളത്. ഇന്ന് അവനുള്ളത് വ്യാജ പാസ്പോർട്ടിലാണ്. ഒരു SI പറഞ്ഞാൽ മതി, എടാ പൈസ നീ കൊടുക്കാനുള്ളതല്ലേ,
കൊടുത്താൽ തീരാൻ വിഷയം. അയാൾ ഞാൻ പറഞ്ഞാൽ എനിക്കിത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും താട്ടെ, ഞാനൊന്ന് തിരിച്ചു വരട്ടെ. ഇവൻ ഞാൻ മനസ്സിലാക്കിയത് ഒരു 10-20 ലക്ഷം രൂപയോളം എന്നെ പൂട്ടാൻ വേണ്ടിയിട്ട് ഇവൻ ചിലവാക്കി. അതായത് തിരിച്ച് കേസ് തിരിഞ്ഞു വന്നു. 90 ദിവസം ജാമ്യം കിട്ടാത്ത കേസ് 26 ദിവസം ഞാൻ അവിടെ കിടക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ എനിക്ക് 26 ദിവസം കിടന്നതെന്നല്ല, അപ്പോൾ ആ കിടന്ന കാലഘട്ടങ്ങളിൽ കുറേ പഠനം പിന്നെയും, കാരണം ഈ ജയിലിൻ്റെ എന്താണെന്നും എന്താണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ എന്താണെന്നും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ. ആ ജയിൽവാസവും കഴിഞ്ഞ് നാട്ടിലെത്തി. അപ്പോൾ ഈ ഫിറ്റ്നസ് സെൻ്റർ എന്നുള്ള സാധനം ഇപ്പോഴും സ്മാരകമായിട്ട് കുറഞ്ഞിട്ട് കിടപ്പുണ്ട്. ആ ബിൽഡിങ്ങോട് ഇതുവരെ അത് കൊടുത്തില്ല വേറെ ആർക്കും. ഞാൻ ഏതെങ്കിലും സമയത്ത് തുടങ്ങുമെന്നുള്ള, പക്ഷേ അത് ഞാൻ അവിടെ ആ ചാൻസ് ഉള്ളതുകൊണ്ട് വേറെ ആരിപ്പോൾ തുറന്നു വെച്ചു. അതെൻ്റെ ഒരു ശിഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതവിടെ വിട്ടു. അപ്പോൾ അവിടെ നിന്ന് അതും കഴിയില്ല. അപ്പോൾ കംപ്ലീറ്റ് പ്രശ്നങ്ങളായല്ലോ, എല്ലാം കൊണ്ട് ബാധ്യതകളായി, സാമ്പത്തിക പ്രശ്നങ്ങളായി. എൻ്റെ വീട് ജപ്തിയായി. വീടൊക്കെ ജപ്തിയായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ബാങ്കിൽ നിന്ന് നോട്ടീസ് കൊണ്ട് ഒട്ടിക്കുന്ന സമയത്ത് ഞാൻ ആ ബാങ്കുകാർ വന്നിട്ട് മോളുടെ എക്സാം ഉണ്ട്, അതൊന്ന് കഴിയുന്നവരെ ഇവിടെ നിൽക്കാനുള്ള ഒരു അവസരങ്ങൾ തരണം. ബാങ്കുകാരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ എനിക്ക് 3 മാസത്തെ സമയം തന്ന്, അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞ് അവരുടെ എക്സാം കഴിഞ്ഞ് അന്ന് രാത്രിയിൽ കംപ്ലീറ്റ് സാധനം രാത്രി ഒരു 12 മണിയായപ്പം വണ്ടിയിൽ ടിപ്പർ വിളിച്ച് കയറ്റി നേരെ എറണാകുളത്തേക്ക് വരികയാണ്. എറണാകുളമാണോ ഒരു വലിയ ചേഞ്ച് ഉണ്ടോന്ന്? എറണാകുളത്തേക്ക് വന്നത് എൻ്റെ ഒരു സുഹൃത്ത് ദീപു എന്ന് പറഞ്ഞ ഒരാൾ എനിക്കൊരു ഫ്ലാറ്റ് ഏർപ്പാടാക്കി. അങ്ങനെ അവിടെ നമ്മൾ 15,000 രൂപ വാടകയ്ക്ക് അവിടെ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഈ പിന്നെ ഈ ജീവിതം എന്താണ്, എറണാകുളം എന്ന് പറഞ്ഞ സിറ്റിയാണ്, മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. ഇവിടെ എങ്ങനെ ജീവിക്കും, മുന്നോട്ട് എങ്ങനെ പോകും? ഈ ഫ്ലാറ്റുകൾ എടുത്ത് കൊടുക്കാം. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ ഈ ഫ്ലാറ്റുകളെ തേടി പോകും, കാർ എടുത്ത് ഇങ്ങനെ. അപ്പോൾ എൻ്റെ ഒരു ബ്രോക്കർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ റിയൽ എസ്റ്റേറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുകയും നമ്മൾ ആളുകൾക്കിടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഫ്ലാറ്റുകളിൽ ചെന്ന്. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങൾ ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളോട്ട് കയറ്റി വിടില്ല. അപ്പോൾ ഒരാഴ്ച ഞാൻ രാവിലെ വിട്ടുന്ന് പോകുന്നു, തിരിച്ചെത്തുന്നു, കാര്യമൊന്നും നടക്കുന്നില്ല. അപ്പോൾ എൻ്റെ വൈഫ് ചോദിക്കുന്നത് എന്താ ഇവിടെ ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളോട്ട് വിടുന്നില്ല. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഞാനും വരാം എന്ന് പറഞ്ഞാൽ അവളും എൻ്റെ കൂടെ വരുന്നു. അങ്ങനെ ഞാനും അവളും കൂടി ഈ യാത്ര തുടങ്ങി. അപ്പം ഒരു സ്ത്രീയെ കാണുമ്പോൾ ഉണ്ടാവുമല്ലോ ഒരു ചെറിയ സിമ്പതി. പിന്നെ അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഫ്ലാറ്റിനുള്ളിൽ വിടുന്നു. അപ്പോൾ കെയർടേക്കറെ കാണുന്നു, അങ്ങനെ ഫ്ലാറ്റുകൾ ഇങ്ങനെ കൊടുക്കുക തരാമെന്ന് പറയുന്നു, ഡീറ്റെയിൽസ് തരുന്നു. അങ്ങനെ ആ യാത്രയിൽ അങ്ങനെ കച്ചവടം ഒരു 6 മാസം റിയൽ എസ്റ്റേറ്റ് എന്നുള്ള വാടക വീടുകൾ കൊടുക്കുന്നൊരു പണി. ഇപ്പോൾ വാടക കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഐസിട്ടാക്കുന്നുള്ള കാര്യം മാത്രമല്ലോ. അപ്പോൾ എന്നോട് ചോദിക്കും ഫ്ലാറ്റ് ക്ലീൻ ചെയ്യാൻ ആളുണ്ടോ നമ്മളടുത്ത്. നമ്മൾ പിന്നെ നല്ല പാർട്ടിയുണ്ട്, നല്ല അടിപൊളി നല്ല ടീ ചെയ്ത പാർട്ടിയുണ്ട്. അപ്പോൾ രാത്രി ഒരു 12 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ സ്വിഫ്റ്റിനകത്ത് വണ്ടിക്കകത്ത് ബക്കറ്റും സാധനമൊക്കെ എടുത്ത് ഞാനും മക്കളും ഫാമിലി മക്കൾ 3 പേരും ഞങ്ങൾ കയറി ചെല്ലുന്നു. പോയി കംപ്ലീറ്റ് ഫ്ലാറ്റുകൾ, എനിക്ക് തോന്നുന്നു ഒരു 60ഓളം ഫ്ലാറ്റുകൾ ഞങ്ങൾ ക്ലീൻ ചെയ്ത്. അങ്ങനെ പിന്നെ നമ്മൾ പയ്യെ സെയിലിലേക്ക് വരുന്നു. ഫ്ലാറ്റുകളെ പിന്നെ പ്ലോട്ടുകളുടെയും ബില്ലുകളുടെയൊക്കെ സെയിലുകൾ പയ്യെ പേര് രണ്ടും ഒരേ പണി തന്നെയാണ്. അപ്പോൾ അന്ന് റിയൽ എസ്റ്റേറ്റ് നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ്. അപ്പോൾ ആ സമയത്തും എൻ്റെ ഈ പേരിങ്ങനെ നിൽക്കുന്നുണ്ട്. പല വിഷയങ്ങളും ഞാൻ ഇടപെടുന്ന ആളായതുകൊണ്ട് ഒരു പൈസയും ഈ ദിവസം വരെ ഞാൻ ഒരുപാട് വിഷയങ്ങൾ തരുന്നുണ്ട്. ഒരു പൈസയും ആരുടെ അടുത്തുനിന്ന് ഞാൻ അതുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. സെറ്റിൽമെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് എന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ പ്രശ്നത്തിൽപ്പെടുത്താനൊക്കെ ശ്രമിച്ചു നോക്കിയിരുന്നു. സെറ്റിൽമെൻറ്റുകൾ സാബു കൊച്ചിയിൽ സമാന്തര പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് വീഡിയോസൊക്കെ വന്നിരുന്നു. അപ്പോൾ അതൊന്നും അവർക്കൊന്നും ഒരു സ്ഥലത്തിൽ എന്നെ പെടുത്താൻ സാധിച്ചിട്ടില്ല ഇതുവരെ, അത് പെടുത്താൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ ഈ കച്ചവടങ്ങളിലേക്ക് തുടങ്ങുന്നു. കച്ചവടങ്ങളിൽ പോയി ഒരാളുടെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പെരുമ്പാവൂർ സ്റ്റേഷനിൽ ഒരാൾക്ക് ഒരു 15 ലക്ഷം രൂപ കിട്ടേണ്ട ഒരു കേസിൽ ഒരു ബാപ്പുക്ക എന്ന് പറഞ്ഞ ആലുവക്കാരന് 15 ലക്ഷം രൂപ കിട്ടേണ്ട ഒരു കേസുണ്ട്. അപ്പോൾ ആ കേസ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ സംസാരിച്ചു, സെബാൻ എന്ന് പറഞ്ഞ ഒരാളെ പൈസ കൊടുക്കാനുള്ളത്. അപ്പോൾ അയാൾ എല്ലാവരും കുട്ടി പിന്നെ ഇയാളുടെ സംസാരിച്ച് ഇയാൾ കൊടുത്തേക്കാന്ന് പറഞ്ഞൊരു കേസ്. പിറ്റേ ദിവസം എന്നെ വിളിക്കുന്നത് പെരുമ്പാവൂർ സ്റ്റേഷനാണ്. എന്നെ വിളിക്കുന്നതല്ല, ഈ ബാപ്പുക്കാനെ വിളിക്കുന്നത് സ്റ്റേഷനാണ് വിളിക്കുന്നത്. നിങ്ങൾക്കെതിരെ പരാതി നിങ്ങൾ വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ബാപ്പുക്കാനോട് പറയുന്നു ഇങ്ങനെ സ്റ്റേഷനിൽ അവർ കേസ് കൊടുത്തിട്ട് നമുക്കെതിരെയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെരുമ്പാവൂർ സ്റ്റേഷനിൽ ചെല്ലുന്നു. സ്റ്റേഷനിൽ ചെല്ലുമ്പം ഞങ്ങളൊരു 8-10 പേരുണ്ട്. ഈ വാങ്ങിയ ആളും വിറ്റ ആളും ബ്രോക്കറും ഒക്കെ എല്ലാവരും ഇരിക്കുന്നു. അപ്പം എന്താണ് നിങ്ങളുടെ പ്രശ്നം സി എ ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇവരെ ബാപ്പുക്കാരൻ എൻ്റെ പൈസ ഞാൻ പറഞ്ഞു, സാറേ ഇയാളൊരു 3 അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാണ്. ഇയാൾക്ക് പെൺപിള്ളേർ 2-3 പിള്ളേരും ഉണ്ട്. അടുത്ത മാസം ഒരു മോളുടെ കല്യാണമോ, ഇയാൾ 15 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഇവിടെ എത്തിയ സ്ഥിതിക്ക് സാർ ഒരു വാക്ക് പറഞ്ഞാൽ ആ ഇടപാടങ്ങ് തീരും. ഈ സി ഐ എന്നെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ കുറേ നേരം എന്നെ നോക്കി. അല്ല തന്നെ ഈ പോലീസുകാർക്ക് എന്നെ കാണുമ്പോൾ ഞാൻ ഫിസിക്കൽ അപ്പിയറൻസ് പ്രശ്നമൊക്കെ എനിക്കത് അറിയത്തില്ല അതെന്താണെന്നുള്ളത്.
ഇത് എന്നെ ഇങ്ങ് നോക്കിയിട്ട് പറഞ്ഞു, എണീക്കണോ, താൻ വിളിച്ച് പുറത്ത് വരിക്കും. നീ ആരാണ് ഈ വിഷയം സംസാരം? എന്നോടാ ചോദിച്ചു, ഞാൻ എഴുന്നേറ്റു. ഞാനവിടെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു എനിക്ക് അപ്പം അടുത്ത കേസാ. പിന്നെ അടുത്ത് ജാമ്യമില്ലാത്ത കേസ്, പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത കേസ്. നേരെ പുറത്തിറങ്ങിക്കൊണ്ടിരുന്നു. ഇരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങി വന്നിട്ട് എന്നോട് പറയുന്നു, ഇയാൾ കരഞ്ഞുകൊണ്ട് വന്നിട്ട്, സാറേ അത് സിവിൽ കേസാക്കി വിടാൻ പറഞ്ഞു, നിങ്ങൾക്ക് സാമ്പത്തിക കേസിൽ ഇടപെടാൻ പറ്റില്ല. അതെനിക്കറിയാം, സാമ്പത്തിക കേസിൽ ഇടപെടാൻ പറ്റില്ലാന്ന് അറിയണ്ട. പക്ഷേ ഈ ആളുകൾ എവിടെ പോയി പരാതി പറയും? ഇവർക്ക് നീതി എവിടെയാണ്? ഈ സാധാരണക്കാരന് ഈ 1000 രൂപ വിധവകളും വൃദ്ധരും വികലാംഗരും എല്ലാ മത്സ്യത്തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും സർക്കാർ ജോലിക്കാരും എല്ലാം എടുക്കുന്ന പണിയായി റിയൽ എസ്റ്റേറ്റ് പണി. അതിന് പ്രത്യേകിച്ച് ബിരുദമൊന്നും വേണ്ട. അപ്പം ഇവർക്ക് എവിടെ നിന്നാണ് ഈ പൈസ കിട്ടുക? തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. നിങ്ങൾ ഭൂമി വാങ്ങിക്കോ, ഭൂമി വിറ്റോ, ഞാൻ കമ്മീഷൻ കൊടുക്കില്ല, ഞാൻ കൊടുക്കില്ല. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇയാൾ നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ അവരെല്ലാം പോയി. ഞാൻ ആ സ്റ്റേഷൻ്റെ പുറത്ത് ഒരു 1.5 മണിക്കൂറോളം അവിടെ ഇരുന്നേ. ആ ഇരിപ്പിൽ ഇപ്പോൾ 1.5 മണിക്കൂറോളം ഇരുന്ന് ഞാൻ നേരെ വീട്ടിൽ വന്നു, ഫ്ലാറ്റിൽ വന്നിരുന്ന് ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഒരു 100 പേരെയും കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ. ഇവിടെ വന്നപ്പോൾ അത്രയും ബന്ധങ്ങൾ വന്നു. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാനൊരു 7 പേരെ വെച്ചിട്ട് ഞാനൊരു സംഘടന രജിസ്റ്റർ ചെയ്തു. അതായത് നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ചുമായിട്ടുള്ളൊരു സംഘടന രജിസ്ട്രേഴ്സ് ബിൽഡേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് IBA രജിസ്റ്റർ ചെയ്തു. ഇന്ന് ആ സംഘടനയിൽ 17,000-ഓളം മെമ്പർമാരുണ്ട്. കേരളത്തിൽ 14 ജില്ലയിലും സംഘടന ഏറ്റവും നല്ല റിയൽ എസ്റ്റേറ്റിൻ്റെ ഏറ്റവും നല്ല സംഘടനയായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും ഒരു ദിവസം 5ഉം 8ഉം 10ഉം കേസുകൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. കാരണം അതിന് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് നിയമത്തിൽ ഇടപെടാൻ കഴിയില്ല. അപ്പോൾ ആ രീതിയിലേക്ക് വന്നു. അപ്പം ഈ IBA ഉണ്ടായതിന് ശേഷമാണ് ഇപ്പം ഞാൻ ഈ പാലാരിവട്ടത്തുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് സെൻ്റർ എന്നുള്ള അതിന് കറക്റ്റ് സമയം ആയെന്ന് തോന്നി. അപ്പോൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 17-ാം തീയതിയാണ് ഞാൻ ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് എന്നുള്ളൊരു ആശയം പിന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇത് ലോകത്ത് ആരോഗ്യമില്ലായ്മയിൽ നിന്നാണ് അസുഖങ്ങളുടെ തുടക്കം. അതുകൊണ്ട് എല്ലാത്തിൻ്റെ മൂല ഘടകം എന്ന് പറയുന്ന ഒരാൾ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ്, ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്നിട്ട്, കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഫിറ്റ്നസിൻ്റെ 16,000 സ്ക്വയർ ഫീറ്റിൽ ഒരു സംഗതി ചെയ്യണമെങ്കിൽ അത് നിങ്ങളൊന്ന് കാണണം. അത് ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും, ഒരുപാട് ബാധ്യതകളുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ അതിൽ നിൽക്കേണ്ട ഒരാളല്ല. എനിക്കത് കേരളം മുഴുവനും ഗ്ലോബൽ ലെവലിലേക്ക് ഈ സംഗതി കൊണ്ടുവരാൻ കഴിയും. ജനങ്ങളെ മുഴുവനും ആശുപത്രികളുടെ എണ്ണം ചുരുങ്ങും. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ സുഖമില്ലെങ്കിൽ ഉടനെ ചിന്തിക്കുന്ന ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. സുഖമില്ലെങ്കിൽ ചിന്തിക്കേണ്ടത് ഷുഗറാണോ, നീ വ്യായാമം ചെയ്യാത്തതുകൊണ്ടാ. ഷുഗറിൻ്റെ കുഞ്ഞുങ്ങളാണ് BP-യും പ്രഷറും മറ്റുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്ത വരണമെങ്കിൽ ഈ സെൻറ്ററുകൾ വളരണം. കപ്പൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഹാർബറിൽ കിടക്കാനല്ല, അല്ലേ? അത് കടലിലെ തിരയിലെല്ലാം ആടി ഒലഞ്ഞു അല്ലേ, അങ്ങനെ വരണ്ടേ? അപ്പോൾ അതിനേക്കാൾ എത്രയോ മൂല്യമുള്ള ആളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധ്യതകൾ. ഏറ്റവും വലിയ നിക്ഷേപം എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ശ്മശാനങ്ങളിലാണെന്ന് പറയാം. ശ്മശാനങ്ങളിൽ ഒരുപാട് പേരുടെ കണ്ണീരും ഒരുപാട് പേരുടെ പ്രയത്നവും സ്വപ്നങ്ങളും എല്ലാം ഉണ്ട്. അവനെ ആരെങ്കിലും ഒന്ന് കേൾക്കാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് 1000കണക്കിന് നല്ല നല്ല സിനിമകൾ വന്നേനെ, നല്ല നല്ല പ്രസ്ഥാനങ്ങൾ വന്നേനെ.